സ്തുതിക്കാം. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയമുള്ളവരെ, കിഴവൂർ ചാപ്പലിൽ വർഷത്തിലൊരു തിരുനാൾ നമ്മൾ ഭക്തിപൂർവം ആഘോഷിക്കുകയാണ്. ഈ പ്രദേശത്തെ ആത്മീയ മഹോത്സവമാണ് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മെയ് 1-ാം തീയതി ആഘോഷിക്കുന്ന ഭക്തി നിർഭരമായ ആഘോഷമായ പരിശുദ്ധ കുർബാന. ഈ വർഷം തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നത് ജായിമോനാണ്. ജൈമോന് ഔസേപ്പ് പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥവും ജായിമോനും കുടുംബത്തിനും പ്രത്യേക മാധ്യസ്ഥവും ദൈവകൃപയും സമൃദ്ധമായി ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഔസേപ്പ് പിതാവ് ശക്തനായ സംരക്ഷകനാണ്. പരിശുദ്ധ മറിയത്തെയും ഉണ്ണിമിശിഹായെയും സംരക്ഷിക്കുവാനായിട്ട് ഹെറോദോസിൻ്റെ വാളിൽ നിന്ന് ശക്തമായ കരങ്ങളാൽ മോചിപ്പിച്ച് സുരക്ഷിതമായി രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ അമ്മയോടൊപ്പം രക്ഷാകര പദ്ധതി പൂർത്തിയാക്കുവാനായിട്ട് സഹായിച്ച മഹത് വ്യക്തിയാണ് ഔസേപ്പ് പിതാവ്. ഈ ശക്തനായ മധ്യസ്ഥൻ നമ്മുടെയും സംരക്ഷകനാണ്. ഓരോ കുടുംബത്തിൻ്റെയും ഓരോ വ്യക്തികളുടെയും സംരക്ഷകനാണ് വിശുദ്ധ ഔസേപ്പ് പിതാവ്. ഔസേപ്പ് പിതാവിൻ്റെ ശക്തമായ കരങ്ങളിൽ നമ്മുടെ ഈ ചാപ്പലിലെ ഓരോ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ദൈവം സമൃദ്ധമായി ഈ സംരക്ഷകൻ്റെ മധ്യസ്ഥം വഴി നമ്മുടെ നിയോഗങ്ങൾ സാധ്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുനാൾ ബലിയർപ്പണത്തിന് മുന്നോടിയായി തിരുക്കൊടി നമ്മൾ ആശീർവദിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വകീയ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് തിരുനാൾ തുടക്കത്തിന് മുന്നോടിയായി തിരുക്കൊടി ഞങ്ങൾ ആശീർവദിക്കുകയാണ്. ഈ വിശുദ്ധൻ പ്രത്യേകമായി ഉണ്ണിമിശിഹായും പരിശുദ്ധ കന്യകാമറിയത്തെയും സംരക്ഷിച്ച പോലെ അദ്ദേഹത്തിൻ്റെ പ്രത്യേക മാധ്യസ്ഥം വഴി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഇടവകയും ഞങ്ങളുടെ നിയോഗങ്ങളെയും സമൃദ്ധമായി സംരക്ഷിക്കുകയും മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമേ. ഔസേപ്പ് പിതാവേ, നിരന്തരമായി ഞങ്ങളുടെ കാവൽക്കാരനായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തിരുക്കൊടി ആശീർവദിച്ച് പൗത്രീകരിക്കുമാറാകട്ടെ. ആമേൻ. പിതാവേ, ഞങ്ങൾക്കു കാവലാകണേ. പിതാവിൻ കാരുണ്യം തൂകി ഞങ്ങൾക്കു
കാവൽ നിൽക്കണേ. ഈശോതൻ സ്നേഹമേകണേ. യോസേഫ് പിതാവേ, യോസേഫ് പിതാവേ, ഞങ്ങൾക്കു കാവലാകണേ. യോസേഫ് പിതാവേ, യോസേഫ് പിതാവേ, സഭയുടെ കാവലാകണേ. ഈശോയെ വളർത്തിയ അപ്പനല്ലേ, ഞങ്ങൾക്കുമെന്നും നീ അപ്പനല്ലേ. ഈശോയെ വളർത്തിയ അപ്പനല്ലേ, ഞങ്ങൾക്കുമെന്നും നീ അപ്പനല്ലേ. ഈശോയെ കാണാതെ പോയപ്പോൾ വ്യഥയോടെ തേടിയ സ്വർഗീയ കരുണയല്ലേ. ഈശോയെ കാണാതെ പോയപ്പോൾ വ്യഥയോടെ തേടിയ സ്വർഗീയ കരുണയല്ലേ. ഞങ്ങൾക്കു കാവലാകണേ. യോസേഫ് പിതാവേ, യോസേഫ് പിതാവേ, ഞങ്ങൾക്കു കാവലാകണേ. യോസേഫ് പിതാവേ, യോസേഫ് പിതാവേ, സഭയുടെ കാവലാകണേ. സ്നേഹനാഥാ യേശുവേ, നിന്നെ സ്വാഗതം ചെയ്യൂ ഞാനിതാ. സ്നേഹനാഥാ യേശുവേ, നിന്നെ സ്വാഗതം ചെയ്യൂ ഞാനിതാ. ഹൃദയത്തിൻ കോവിലിൽ പ്രഭ തൂകും ദീപമായി നീ വരുമ്പോൾ ജീവിതം ധന്യമായി. സ്നേഹനാഥാ യേശുവേ, നിന്നെ സ്വാഗതം ചെയ്യൂ ഞാനിതാ. ശൂന്യതാബോധവുമതിൻ്റെ ശോകമാം ഭാവവുമണിഞ്ഞ് ശൂന്യതാബോധവുമതിൻ്റെ ശോകമാം ഭാവവുമണിഞ്ഞ് തളർന്നിടുമ്പോൾ തകർന്നിടുമ്പോൾ ഭീതിയേറിടുമ്പോൾ മരുഭൂവിൽ ജലം തേടും അധികനാമെൻ്റെ വീതിയിൽ നീ വരുമ്പോൾ ജീവിതം ധന്യമായി. സ്നേഹനാഥാ യേശുവേ, നിന്നെ സ്വാഗതം ചെയ്യൂ ഞാനിതാ.
പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കുത്തിനായ ക്രിസ്തുവിലും പരിശുദ്ധമേലും ഏറ്റവും സ്നേഹബഹുമാനമുള്ള വികാരിയച്ച, സഫർനച്ച, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകൻ, തിരുസഭയുടെ പാലകൻ, തൊഴിലാളി മധ്യസ്ഥൻ, അങ്ങനെ പല നാമത്തിൽ അറിയപ്പെടുന്ന വിശുദ്ധ യൗസേപ്പിതാവ്. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുനാൾ ഈ മനോഹരമായ ദേവാലയത്തിൽ നാം തുടക്കം കുറിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിശുദ്ധ യൗസേപ്പിതാവ് വഴി ലഭിച്ച എല്ലാവിധ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും നമ്മുടെ നിയോഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ടും നമുക്ക് ഈ ബലിവേദിയിലായിരിക്കാം. സുവിശേഷം എടുത്തു നോക്കുകയാണെങ്കിൽ ദൈവദൂതൻ്റെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഉറക്കത്തിൽ കിടന്നുകൊണ്ട് വിശുദ്ധ ഔസേപ്പ് കണ്ട സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾക്ക് പിറകെ ഓടിയ ഒരു മനുഷ്യൻ, തൻ്റെ ഭാര്യയായി സ്വീകരിക്കേണ്ട കന്യകാമറിയത്തെ സ്വീകരിക്കുവാനായിട്ട് ശങ്കിക്കേണ്ട എന്ന് പറയുമ്പോഴും, ഉണ്ണിയേശുവിനെ കൊണ്ട് പലായനം ചെയ്യുവാനായിട്ട് പറയുമ്പോഴും ഒന്നും ആലോചിക്കാതെ ഒരെടുത്തുചാട്ടത്തോടുകൂടി കടന്നു പോകുന്ന മനുഷ്യൻ. ഒന്നോർക്കുകയാണെങ്കിൽ സ്വപ്നങ്ങൾക്ക് പിറകെ ഓടിയ മനുഷ്യനാണോ ഇത് എന്നാലോചിച്ച് പോകാം. എന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കാം, വെറുതെ സ്വപ്നങ്ങൾക്ക് പിറകെ ഓടിയ മനുഷ്യനായിരുന്നില്ല, മറിച്ച് തൻ്റെ സ്വപ്നങ്ങളിൽ പോലും ദൈവനിയോഗത്തെ കണ്ടുകൊണ്ട് ആ ദൈവനിയോഗങ്ങൾക്ക് പിറകെ ഓടിയ മനുഷ്യനായിരുന്നു വിശുദ്ധ ഔസേപ്പിതാവ്. അങ്ങനെ ഭൂമിയിൽ ഒരു ജാഗ്രതയുള്ള ഒരു മനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്തു, പരിശുദ്ധ കന്യകാമറിയത്തെയും ദിവ്യ ഉണ്ണിയേശുവിനെയും സംരക്ഷിക്കുവാനായിട്ടാണ്. അങ്ങനെ ഈ ഭൂമിയിൽ ദൈവനിയോഗങ്ങൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ടും ആ ദൈവനിയോഗങ്ങൾ ജീവിതത്തിലേക്ക് പൂർത്തീകരിക്കുവാനായിട്ടും വിശുദ്ധ ഔസേപ്പിതാവിന് സാധിച്ചിട്ടുണ്ട്. ഇന്ന് തിരുനാളിന് നാം സാഘോഷം തുടക്കം കുറിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ വിളിക്കനുസരിച്ച് നമുക്കൊന്ന് പരിശോധിക്കുകയും ചിന്തിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യാം. എന്താണ് എൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ വലിയ പദ്ധതി എന്ന് ചിന്തിക്കുവാനായിട്ടും നാം ആയിരിക്കുന്ന ജീവിത അവസ്ഥയിൽ ആ ദൈവ നിയോഗങ്ങളെ മനസ്സിലാക്കുവാനായിട്ടും ആ ദൈവ നിയോഗങ്ങളെ പൂർത്തീകരിക്കുവാനുമായിട്ടുള്ള കൃപ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാക്കുവാനായിട്ടാണ് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന വിളിയിൽ എന്നും വിശ്വസ്തയോടുകൂടി ആയിരിക്കുവാനായിട്ടും ആ വിളിയിൽ ദൈവനിയോഗങ്ങളെ പൂർത്തീകരിക്കുവാനായിട്ടുള്ള കൃപ എന്നും ജീവിതത്തിലേക്ക് ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. ബലിയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് നമ്മെ അയോഗ്യമാക്കുന്ന എല്ലാ പാപങ്ങളും ഓർത്ത് നമുക്ക് ഏറ്റുപറയാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിദ്ധന്റെയും കുടുംബത്തെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹബലിക്കായിട്ട് നമുക്കൊരുങ്ങാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തു
സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. ദൈവത്തിൻ കുഞ്ഞാടേ, നാഥനാം ദൈവത്തിൻ സോനോവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. പിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. പരിപാവനൻ അങ്ങു താലേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. സർവശക്തനായ ദൈവമേ, മാനവരക്ഷാരഹസ്യങ്ങളുടെ ആരംഭം വിശുദ്ധ യൗസേപ്പിന്റെ വിശ്വസ സംരക്ഷണത്തിന് അങ്ങ് പരമേൽപ്പിച്ചുവല്ലോ. അദ്ദേഹത്തിന്റെ മാതൃസ്ഥാനമയുടെ നിർവഹണം അങ്ങേ സഭ നിരന്തരം കാത്തുപാലിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് 14-ാം അധ്യായം 5 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് അപ്പോസ്തലന്മാരെ അപമാനിക്കാനും കല്ലെറിയാനുമുള്ള ഒരു നീക്കം
വിജാതീയരുടെയും യഹൂദരുടെയും അവരുടെ അധികാരികളുടെയും ഭാഗത്തു നിന്നുണ്ടായി. ഇതറിഞ്ഞ് അവർ ലിക്കവോനിയയിലെ നഗരങ്ങളായ ലിസ്ത്രായിലേക്കും ദർബേദിയിലേക്കും സമീപ പ്രദേശത്തിലേക്കും പലായനം ചെയ്തു. അവിടെ അവർ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസ്ത്രായിലുണ്ടായിരുന്നു. ജന്മനാ മുടന്തനായിരുന്ന അവൻ ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റു നിന്ന് നടന്നു. പൗലോസ് ചെയ്ത ഈ പ്രവൃത്തി കണ്ട ജനക്കൂട്ടം ലിക്കവോനിയൻ ഭാഷയിൽ ഉച്ചത്തിൽ പറഞ്ഞു, ദേവന്മാർ മനുഷ്യരൂപം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. അവർ ബർണബാസിനെ സേവൂസ് എന്നും പൗലോസ് പ്രധാന പ്രസംഗകനായിരുന്നതിനാൽ അവനെ ഹെർമസ് എന്നും വിളിച്ചു. നഗരത്തിൻ്റെ മുമ്പിലുള്ള സേവൂസിൻ്റെ ക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളും പൂമാലകളുമായി കവാടത്തിങ്കൽ വന്നു. ജനങ്ങളോട് ചേർന്ന് ബലിയർപ്പിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇതറിഞ്ഞ് അപ്പോസ്തലന്മാരായ ബർണബാസും പൗലോസും വസ്ത്രം കീറി ജനക്കൂട്ടത്തിലേക്ക് ഓടിച്ചെന്ന് വിളിച്ചു പറഞ്ഞു, ഹേ മനുഷ്യരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണ്? ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ്. വ്യർത്ഥമായ ഈ രീതികളിൽ നിന്ന് ജീവിക്കുന്ന ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയണമെന്ന് ഞങ്ങൾ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. അവിടുന്നാണ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത്. കഴിഞ്ഞ തലമുറകളിൽ എല്ലാ ജനതകളെയും സ്വന്തം മാർഗങ്ങളിൽ സഞ്ചരിക്കാൻ അവിടുന്ന് അനുവദിച്ചു. എങ്കിലും നന്മ പ്രവർത്തിക്കുകയും ആകാശത്തു നിന്ന് മഴയും ഫലപുഷ്ടമായ കാലാവസ്ഥയും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ആഹാരവും ആനന്ദവും നൽകി നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുകയും ചെയ്തുകൊണ്ട് അവിടുന്ന് തനിക്ക് സാക്ഷ്യം നൽകിക്കൊണ്ടിരുന്നു. അവർ ഇപ്രകാരം പറഞ്ഞു, തങ്ങൾക്ക് ബലിയർപ്പിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ കഷ്ടിച്ച് പിന്തിരിപ്പിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിനാണ് മഹത്വം കണ്ടെത്തേണ്ടത്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. അവരുടെ ദൈവം എവിടെയെന്ന് ജനതകൾ പറയാൻ ഇടയാക്കുന്നത് എന്തിന്? നമ്മുടെ ദൈവം സ്വർഗത്തിലാണ്. തനിക്കിഷ്ടമുള്ളതെല്ലാം അവിടുന്ന് ചെയ്യുന്നു. അവരുടെ വിഗ്രഹങ്ങൾ സ്വർണവും വെള്ളിയുമാണ്, മനുഷ്യരുടെ കരവേലകൾ മാത്രം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആകാശം കർത്താവിന് മാത്രമുള്ളത്, എന്നാൽ ഭൂമി അവിടുന്ന് മനുഷ്യമക്കൾക്ക് നൽകിയിരിക്കുന്നു. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം.
അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും, ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. യൂദാസ് കറിയാത്ത അല്ല, അവനോട് പറഞ്ഞു, കർത്താവേ, നീ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു, എന്നാൽ ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞത് എന്താണ്? യേശു പ്രതിവദിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാണ്. നിങ്ങളോടുകൂടി ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള വികാരിയച്ഛൻ മേരി ജോണച്ച, ഇന്നത്തെ ഈ ബലിയിൽ മുഖ്യ കാർമ്മികനായ ജോമോനച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിദ്ധീനി കുടുംബാംഗങ്ങളെ, ഒത്തിരിയേറെ പ്രാർത്ഥിച്ചും ഒരുങ്ങിയും നൊവേനയും ജപമാലയും ഒക്കെ പ്രാർത്ഥിച്ചും നമ്മുടെ യൗസേ പിതാവിൻ്റെ തിരുനാളിന് ആരംഭം കുറിച്ചിരിക്കുകയാണ്. തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവിൻ്റെ തിരുനാളിനാണ് നാം ആരംഭം കുറിച്ചിരിക്കുന്നത്. യൗസേ പിതാവിനെക്കുറിച്ച് ആമുഖത്തിൽ ജോമോനച്ചൻ പറഞ്ഞു, നീതിമാനായിരുന്നു, സഭയുടെ പാലകനാണ്, കന്യകളുടെ മധ്യസ്ഥനാണ്. ഇങ്ങനെ യൗസേ പിതാവിന് സഭ നൽകിയിരിക്കുന്ന ഔദ്യോഗികമായ സ്ഥാനങ്ങളെല്ലാം അച്ഛനിവിടെ പരാമർശിക്കുകയുണ്ടായി. യൗസേ പിതാവിനെക്കുറിച്ച് ചെറുപ്പകാലം മുതൽ നമ്മൾ കേൾക്കുന്നത് അദ്ദേഹം നീതിമാനായിരുന്നു. പിന്നീട് പറയുന്നത് അദ്ദേഹം സുവിശേഷത്തിൽ ഒരു വാക്കുപോലും ഉരിയാടിയിട്ടില്ല, അദ്ദേഹം നിശബ്ദനായിരുന്നു. ഇതിനപ്പുറം വലിയ വിശദീകരണങ്ങളൊന്നും യൗസേ പിതാവിനെക്കുറിച്ച് നമുക്ക് ഔദ്യോഗികമായി കിട്ടുന്നില്ല. പക്ഷേ സഭ യൗസേ പിതാവിന് കൊടുത്തിരിക്കുന്ന സ്ഥാനങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി നോക്കിയാൽ സഭയുടെ മുഴുവൻ സംരക്ഷണവും യൗസേ പിതാവിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. മേയർ സെമിനാരിൽ പഠിക്കുമ്പോൾ പല പല വിഷയങ്ങളും പഠിക്കുന്നതിനോടൊപ്പം പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് ക്ലാസ് എടുക്കും. 40 മണിക്കൂർ ഉള്ള ഒരു വിഷയമാണത്, പരിശുദ്ധ ത്രിത്വം. ആ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുന്ന വൈദികൻ എല്ലാത്തിലും അവസാനം പറയുന്ന ഒരു വാക്ക്, ഇതൊരു വലിയ രഹസ്യമാണ്. അതിൻ്റെ വിശദീകരണങ്ങളോ ചോദ്യങ്ങളോ ഒക്കെ വരുമ്പോൾ പലപ്പോഴും പറഞ്ഞു വയ്ക്കുന്നത് ഇതൊരു വലിയ രഹസ്യമാണ്, ഇത് ഹൃദയത്തിൽ മനസ്സിലാക്കേണ്ടതാണ്, ധ്യാനത്തിലൂടെ ഉൾക്കൊള്ളേണ്ടതാണ്. കാരണം ഒരു ദൈവവും 3 ആളുകളും മാനുഷികമായ ബുദ്ധി കൊണ്ട് അത് വിശദീകരിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ബുദ്ധിക്ക് അതിനെ ഉൾക്കൊള്ളാൻ പരിമിതികളുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ആ ക്ലാസ്സിൽ പ്രധാനമായും വൈദികർ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നവർ പഠിപ്പിക്കുന്നത്. ഞാനിരുന്ന് ആലോചിച്ചപ്പോൾ യൗസേ പിതാവിനെക്കുറിച്ചും ഇങ്ങനെയാണ്, അദ്ദേഹം മൗനിയാണ്, ഒന്നും സംസാരിച്ചിട്ടില്ല, നീതിമാനാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കുകയാണ്. പക്ഷേ സഭ യൗസേ പിതാവിനെയാണ് എല്ലാ
പ്രധാനപ്പെട്ട കാര്യങ്ങളും ചുമതലകളും ഏൽപ്പിച്ചിരിക്കുന്നത്. സഭയുടെ പാലകൻ, നല്ല മരണത്തിൻ്റെ മധ്യസ്ഥൻ, തൊഴിലാളി മധ്യസ്ഥൻ, കന്യകളുടെ കാവൽക്കാരൻ, ഇങ്ങനെ സഭ യൗസപിതാവിന് നൽകാത്ത പദവികളൊന്നുമില്ല. അനുദിന വിശുദ്ധരെന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അനുദിന വിശുദ്ധർ, ഓരോ ദിവസത്തെയും വിശുദ്ധരെക്കുറിച്ച് പറയുന്നതാണ്. അതിൽ പേരെടുത്ത് പറയുന്ന ഓരോ ദിവസത്തെ ഓരോ വിശുദ്ധരുണ്ടാകും. അതിനോടനുബന്ധിച്ച് 10-20 വിശുദ്ധരൊക്കെ ആ ദിവസങ്ങളിൽ കാണും. അതൊക്കെ പേര് മാത്രം എഴുതിയിട്ടിരിക്കും. ഈ വിശുദ്ധർക്കെല്ലാം ഓരോ പ്രത്യേക മാധ്യസ്ഥം, അവർ മാധ്യസ്ഥം പ്രാർത്ഥിക്കാൻ സഭ നമ്മളെ ഏൽപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വിശുദ്ധ സീതായുടെ തിരുനാളാണ്. നമുക്കൊക്കെ അത്ഭുതം തോന്നും. സീത വീടുകളിൽ അടുക്കള ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു. അവിടെ നിന്നാണ് അവർ വിശുദ്ധ പദവിയിലേക്ക് വന്നത്. അതുകൊണ്ട് അടുക്കള ജോലിക്കാരുടെ, അല്ലെങ്കിൽ ഇങ്ങനെ കൂലിക്ക് അടുക്കളയിൽ ജോലി ചെയ്യുന്നവരുടെ മധ്യസ്ഥ എന്നാണ് പറയുന്നത്. ഇന്ന് CNIയിലെ വിശുദ്ധ കത്രീനായുടെ തിരുനാളാണ്. വിശുദ്ധ കത്രീനായെ വേദപാരംഗതയും അതുപോലെ തന്നെ ഏകസ്ഥയും എന്നൊക്കെ പരാമർശിക്കുമ്പോഴും അവരുടെ മാധ്യസ്ഥം തേടാൻ സഭ പറയുന്നത് വളരെ അവികലമായ അല്ലെങ്കിൽ തർക്കങ്ങളുള്ളപ്പോൾ ആ തർക്കങ്ങളെ പരിഹരിക്കാൻ പറ്റിയ വിശുദ്ധയാണ് CNIയിലെ വിശുദ്ധ കത്രീന. കാരണം മാർപ്പാപ്പമാരുടെ ആസ്ഥാനം റോമിൽ നിന്ന് അവിഞ്ഞോണിലേക്ക് മാറ്റുമ്പോൾ 4 മാർപ്പാപ്പമാർ വരെ അവിടെ താമസിക്കുന്ന സമയത്ത് വീണ്ടും റോമിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു പദ്ധതി ഒരുക്കുമ്പോൾ ഈ വിശുദ്ധയാണ് അതിൽ പ്രധാനപ്പെട്ട റോൾ, അതിൻ്റെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ നിന്നത് CNIയിലെ വിശുദ്ധ കത്രീനയാണ്. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ വിശുദ്ധരുണ്ട്. അവർക്കൊക്കെ പ്രത്യേക കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ യൗസേപ്പിതാവിനെ സംബന്ധിച്ച് നോക്കിയാൽ, നമ്മൾ ധ്യാനാത്മകമായി യൗസേപ്പിതാവിനെക്കുറിച്ച് ചിന്തിച്ചു വന്നാൽ സഭയുടെ എല്ലാ ഔദ്യോഗിക ചുമതലകളും യൗസേപ്പിതാവിൽ നിക്ഷിപ്തമാണ്. ജോൺ ബോൾ മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയും ഒക്കെ ഒത്തിരി പ്രാധാന്യം കൊടുത്ത് ഇപ്പോഴത്തെ കാലത്ത് 2019 യൗസേപ്പിതാവിൻ്റെ വർഷമായി ഒക്കെ ആചരിക്കുമ്പോഴാണ് യൗസേപ്പിതാവിനെ ഏൽപ്പിച്ചിരിക്കുന്ന സഭയുടെ ദൗത്യത്തിൻ്റെ വലിപ്പവും യൗസേപ്പിതാവിൻ്റെ ആ വലിയ ധർമ്മങ്ങളുമെല്ലാം സഭയിൽ മുഴുവൻ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു. ഫുൾട്ടൻ ജെയ്ഷീൻ പറയുന്നത്, യൗസേപ്പിതാവിനെ കുറിച്ച് പറയുന്ന ഒരൊറ്റ വാചകം, അത് മാത്രം മതി യൗസേപ്പിതാവ് ആരെന്ന് മനസ്സിലാക്കാൻ. അദ്ദേഹം പറയുന്നത്, ക്രിസ്തുവിന് മുമ്പേ ക്രിസ്ത്യാനിയായിരുന്ന മനുഷ്യനാണ് യൗസേപ്പിതാവ്. ക്രിസ്തുവിന് മുമ്പേ ക്രിസ്ത്യാനിയായിരുന്ന മനുഷ്യൻ. എന്നിട്ട് അദ്ദേഹം അത് വിശദീകരിക്കുക ഇങ്ങനെയാണ്: എന്തൊക്കെ ഗുണങ്ങൾ ക്രിസ്തുവിനുണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ വളരെ അസന്നിഗ്ധമായി യേശു പഠിപ്പിച്ചിട്ടുണ്ടോ, അതെല്ലാം യൗസേപ്പിതാവിൽ നിന്ന് കണ്ടുപഠിച്ചതാണ്, യൗസേപ്പിതാവിൽ നിന്ന് പകർന്നു കിട്ടിയതാണ്. യേശു പറയുന്നു, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസ്യരുടെയും നീതിയെ അതിലംഘിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. നിയമജ്ഞരുടെയും ഫരിസ്യരുടെയും നീതി എന്താണെന്ന് യൗസേപ്പിതാവിൻ്റെ കാലത്തറിയാം. അതായത് ഒരു സ്ത്രീ ഗർഭവതിയാണെങ്കിൽ, അതും അവരുടെ ഭർത്താവ് അറിയാതെയാണെങ്കിൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലുക. അതാണ് ഫരിസ്യരുടെയും നിയമജ്ഞരുടെയും നീതി ആ കാലഘട്ടത്തിൽ. യൗസേപ്പിതാവ് യേശുവിന് മുമ്പ് തന്നെ ആ നീതിയെ അതിലംഘിക്കുന്ന രീതിയിൽ ഒരു തീരുമാനമെടുത്തു. അവളെ അപമാനവിധേയാക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് പറയുന്നത്, യൗസേപ്പിതാവ് ക്രിസ്തുവിന് മുമ്പേ ക്രിസ്ത്യാനിയായ മനുഷ്യനാണ്. അതുപോലെ തന്നെ യേശുവിൻ്റെ അടുക്കൽ ഒരു നാണയം കൊണ്ടുവരുമ്പോൾ യേശു ചോദിക്കുന്നു, യേശുവിനോട് അവർ ചോദിക്കുന്നത്, സീസറിന് നികുതി കൊടുക്കുന്നത്, കപ്പം കൊടുക്കുന്നത് നിയമാനുസൃതമാണോ? യേശു അവരോട് ചോദിക്കുന്നത്, ഈ നാണയത്തിൽ എഴുതിയിരിക്കുന്ന രൂപവും ലിഖിതവും ഒക്കെ ആരുടേതാണ്? അവർ പറഞ്ഞു, സീസറിൻ്റേത്. യേശു ഉടനെ പറയുന്നു, ഇന്നും ലോകമെങ്ങും പറയുന്ന ഒരു വാചകമാണ്, ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും കൊടുക്കുക. യേശു ഇത് കണ്ടുപിടിച്ചത് യൗസേപ്പിതാവിൽ നിന്നാണ്
എന്നാണ് ഫുൾട്ടൻ ജേഷീൻ പറയുന്നത്. കാരണം ഈ മറിയം പൂർണ്ണ ഗർഭിണിയായിരുന്ന സമയത്ത് രാജ്യത്ത് എല്ലാവരുടെയും പേര് ചേർക്കാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ ഇത്രയും വളരെ സങ്കീർണമായ സാഹചര്യത്തിലും രാജ്യത്തിൻ്റെ നീതിയും നിയമവും അനുസരിക്കാൻ യൗസേപ്പ് പിതാവ് തയ്യാറായി. ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസറിനുള്ളത് സീസറിന്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം അത് പ്രകടമാക്കി. സാധാരണ ഒരു മനുഷ്യൻ ഒഴിവ് കഴിവ് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും അതൊന്നും എടുക്കാതെ രാജ്യത്തിൻ്റെ നീതി അത് അതുപോലെ പാലിക്കാൻ, ദൈവത്തിൻ്റെ നീതി അത് അതുപോലെ പാലിക്കാൻ ശ്രമിച്ചു. ഇത് കണ്ടുപഠിച്ചാണ് ഈശോ വളർന്നത്. അതുകൊണ്ടാണ് യേശുവിന് അസന്നിഗ്ധമായി പല പ്രസ്താവനകളും ഇറക്കാൻ സാധിക്കുന്നത്. അതുപോലെ ജെറൂസലേം ദേവാലയത്തിൽ അവർ കാഴ്ച സമർപ്പിക്കണമെന്നും, ആൺകുട്ടികൾ ആണെങ്കിൽ പാവപ്പെട്ടവൻ്റെ കാഴ്ചയും, സാമ്പത്തികമുള്ളവർ ആൺകുട്ടികൾക്ക് അവരുടെ തലത്തിലുള്ള ഉയർന്ന കാഴ്ചകളും ഒക്കെ സമർപ്പിക്കാൻ പറയുമ്പോൾ വേദപുസ്തകം പറയുന്നു, യൗസേപ്പ് പിതാവ് പാവപ്പെട്ടവരുടെ കാഴ്ച സമർപ്പണം നടത്തിയാണ് യേശുവിനെ വീണ്ടെടുക്കുന്നത്. 12 വയസ്സുള്ളപ്പോൾ ദേവാലയത്തിൽ കാണാതെ പോകുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് സമൂഹത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം അക്ഷരാർത്ഥം പാലിച്ചുകൊണ്ട് ആ പാവപ്പെട്ടവനായിരുന്നെങ്കിലും തച്ചൻ്റെ പണി ചെയ്ത് കഷ്ടപ്പെട്ട് മകനെ വളർത്തി. ഈ ജീവിത മാതൃകയും ഈ ജീവിതവും എല്ലാം കണ്ടുപഠിച്ചാണ് യേശു വളർന്നത്. അതുകൊണ്ട് തന്നെയാണ് യേശു ആദർശപരമായി സംസാരിക്കുമ്പോൾ വളരെ ഉന്നതമായ തത്വങ്ങൾ ആർക്കും ഖണ്ഡിക്കാൻ പറ്റാത്ത രീതിയിൽ യേശുവിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്നാണ് ഫുൾട്ടൻ ജേഷീൻ പറയുന്നത്. അതുപോലെ തന്നെ യേശുവിൻ്റെ പ്രധാനപ്പെട്ട പഠനങ്ങളിൽ ഒന്നാണ്, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളെല്ലാവരിലും പിന്നിലായിരിക്കണം. യൗസേപ്പ് പിതാവ് എപ്പോഴും അങ്ങനെയാണ്. ഒന്നാമത്തെ സ്ഥാനത്ത് ഒരിക്കലും കയറി നിന്നിട്ടില്ല, എപ്പോഴും ഏറ്റവും ഒടുവിലത്തെ സ്ഥാനത്താണ്. നിങ്ങളിൽ ശ്രേഷ്ഠനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനായിരിക്കണം. തിരുക്കുടുംബത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ യൗസേപ്പ് പിതാവ് തച്ചൻ്റെ പണി ചെയ്ത്, ദാസൻ്റെ പണി ചെയ്ത് ഏറ്റവും ഒടുവിലത്തതായി നിന്നു. ഈ ജീവിത അനുഭവങ്ങളാണ് യേശുവിനെ ഈ വലിയ വലിയ തത്വങ്ങൾ പഠിപ്പിക്കാനും ഈ വലിയ വലിയ കാര്യങ്ങൾ ലോകത്തിന് സ്വീകാര്യമായ രീതിയിൽ അവതരിപ്പിക്കാനുമൊക്കെ പ്രാപ്തനാക്കിയത് എന്നാണ് ഈ ഫുൾട്ടൻ ജേഷീൻ മെത്രാനച്ചൻ തൻ്റെ പ്രസംഗത്തിൽ പറയുന്നത്. സത്യമാണ്. അനുദിന ജീവിതത്തിൽ നമ്മൾ നോക്കിയാലും അപ്പന്മാരാണ് മക്കളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോഴൊക്കെ തന്തയ്ക്ക് പറഞ്ഞവനാണ് എന്നൊക്കെ പറയത്തില്ലേ, അപ്പൻ്റെ ഗുണം അതാണ് അവനെ അങ്ങനെ ചെയ്യിച്ചതെന്നൊക്കെ പറയത്തില്ലേ. ഇതാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. ദൈവത്തിനത് അറിയാമായിരുന്നു. ദൈവത്തിൻ്റെ പുത്രനെ വളർത്താൻ അതുപോലൊരു മനുഷ്യൻ അനിവാര്യമാണെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിനെ തന്നെ തിരഞ്ഞെടുത്ത് തൻ്റെ മകൻ്റെ ചുമതല, തൻ്റെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചത്. കാരണം യൗസേപ്പ് പിതാവ് ഉത്തരവാദിത്വപൂർണ്ണമായി അത് ചെയ്യും എന്നറിയാമായിരുന്നു. യൗസേപ്പ് പിതാവിൻ്റെ മാതൃക, ജീവിത മാതൃകയ്ക്ക് അനുകരണീയമാണ്. അതുകൊണ്ടാണ് ബോബി ജോസിൻ്റെ ഒരു പുസ്തകത്തിൽ, ഒരു പ്രസംഗത്തിൽ കേട്ടു, അമ്മ മഴ പോലെയാണ്, അപ്പൻ ആലിപ്പഴം പോലെയും. മഴ വർഷത്തിൽ പലപ്പോഴും ഉണ്ടാകും. ആലിപ്പഴം ഒരായുസിൽ വളരെ ചുരുക്കം സമയങ്ങളിലേ നമ്മൾ കാണുകയുള്ളൂ. ഇതാണ് അപ്പൻ. ഈ അപ്പൻ്റെ ഗുണമാണ് മകൻ കണ്ടുപിടിച്ചത്. യേശു എത്ര വലിയ കാര്യങ്ങൾ ചെയ്തുവോ, എത്ര വലിയ ജീവിത യാഥാർത്ഥ്യങ്ങൾ സംസാരിച്ചുവോ, അതെല്ലാം യൗസേപ്പ് പിതാവിൽ നിന്ന് ഉൾക്കൊണ്ടതാണ്. യൗസേപ്പ് പിതാവ് നീതിമാൻ എന്ന് പറയുന്നു. നീതിമാന് ഒരു പ്രദേശത്തെ സംരക്ഷിക്കാനുള്ള കരുത്തുണ്ട് എന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ കാണുന്നു. അബ്രഹാം ദൈവത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ദൈവത്തോട് വിലപേശുകയാണ്. അതായത്, ഇവിടെ നീതിമാന്മാർ ഇത്രയും പേരുണ്ടെങ്കിൽ ഈ പ്രദേശത്തെ നശിപ്പിക്കുമോ? പിന്നെയും കുറച്ച് കൊണ്ടുവന്നിട്ട് ഇത്രയും പേരാണെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ട്. ദൈവം പറയുന്നു, നീതിമാന്മാരുണ്ടെങ്കിൽ ആ പ്രദേശം നശിപ്പിക്കുകയില്ല. നീതിമാന്മാരാണ് സംരക്ഷകരാകുന്നത്.
നീതിമാന്മാർക്ക് മാത്രമേ ദേശത്തിൻ്റെയും വ്യക്തികളുടെയും സംരക്ഷകനാകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് യൗസേപ്പ് പിതാവ് നീതിമാനാണെന്ന് പറയുകയും ഈശോയുടെ സംരക്ഷകനും പരിപാലകനുമാണെന്ന് പറയുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ഈ പുണ്യങ്ങൾ, വിശുദ്ധ യൗസേപ്പ് പിതാവിനെ തിരുസഭ പൂർണ്ണമായ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഒരു വിശുദ്ധന് ഒരു കാര്യത്തിൽ മാധ്യസ്ഥം പ്രാർത്ഥിക്കാൻ കൊടുക്കുമെങ്കിൽ യൗസേപ്പ് പിതാവിന് എല്ലാ കാര്യങ്ങളിലും സഭയുടെ എല്ലാ കാര്യങ്ങളുടെയും മാധ്യസ്ഥ പദവിയാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് അമ്മ ത്രേസ്യ പറയുന്നത്, ഞാൻ യൗസേപ്പ് പിതാവിനെ ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്നു. കാരണം യൗസേപ്പ് പിതാവിനെ ഏൽപ്പിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. കാരണം ഈ ഭൂമിയിൽ ഈശോയെ യൗസേപ്പ് പിതാവ് സംരക്ഷിച്ചു. ഇനി യൗസേപ്പ് പിതാവിൻ്റെ എല്ലാ നിയോഗങ്ങളും സംരക്ഷിക്കാൻ ഈശോ ബാധ്യസ്ഥനാണ്. യൗസേപ്പ് പിതാവ് പറഞ്ഞാൽ അതിനപ്പുറം പോകാൻ ഈശോയ്ക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഏത് കാര്യത്തിലും നമുക്ക് മധ്യസ്ഥനാക്കാൻ, നമുക്ക് മാധ്യസ്ഥം നേടാൻ പറ്റിയത് യൗസേപ്പ് പിതാവ് തന്നെയാണ്. പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ യൗസേപ്പ് പിതാവിനെ മനസ്സിലാക്കേണ്ടത്. നമുക്ക് മാധ്യസ്ഥം നേടാൻ പറ്റിയ, നമുക്ക് നമ്മുടെ മാധ്യസ്ഥങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിക്കാൻ പറ്റിയ മധ്യസ്ഥൻ യൗസേപ്പ് പിതാവ് തന്നെയാണ്. 2019 ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വർഷം പ്രഖ്യാപിച്ചതിന് ശേഷം യൗസേപ്പ് പിതാവിൻ്റെ ഒരു ചിത്രം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഒരു ചിത്രകാരൻ വരച്ച ചിത്രമാണ് അത്. ഇങ്ങനെയാണ് യൗസേപ്പ് പിതാവും മാതാവും ഉണ്ണീശോയും. യൗസേപ്പ് പിതാവ് ഉണ്ണിയേശുവിനെ കൈകളിലെടുത്തിരിക്കുന്നു, മാതാവ് സ്വസ്ഥമായി ഉറങ്ങുന്നു. അതിൻ്റെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ്, ഇനി അമ്മ ഉറങ്ങട്ടെ. അതായത് കുഞ്ഞുങ്ങൾ ഉള്ള അമ്മമാർക്ക് ഇത് മനസ്സിലാവും. കുഞ്ഞുങ്ങളെ കുഞ്ഞിലെ വളർത്തുന്ന അമ്മമാർക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാവും. കൊച്ചുങ്ങളുണ്ടെങ്കിൽ ഉറങ്ങാൻ ബുദ്ധിമുട്ടാണ്. യൗസേപ്പ് പിതാവ് കൊച്ചിനെ നോക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഇനി അമ്മ ഉറങ്ങട്ടെ എന്ന് പറയുന്ന ഒരു അടിക്കുറിപ്പാണ്. പ്രിയമുള്ളവരെ, ഒരു കുടുംബത്തിൽ ഓരോ പിതാക്കന്മാരും ചെയ്യേണ്ട ധർമ്മങ്ങൾ അതിൻ്റെ വ്യക്തതയിൽ കാണിക്കുന്ന യൗസേപ്പ് പിതാവിൻ്റെ ജീവചരിത്രം 18-ാം നൂറ്റാണ്ടിൽ എഴുതിയത് ഞാൻ വായിച്ചായിരുന്നു. അതിനകത്തൊക്കെ പറയുന്ന ഇതാണ്, യൗസേപ്പ് പിതാവ് എടുക്കുന്ന നിലപാടുകൾ, യൗസേപ്പ് പിതാവ് ഈശോയോടും മറിയത്തോടും കാണിക്കുന്ന അനുഭാവപൂർണമായ പ്രവർത്തികൾ, ഇതൊക്കെ എല്ലാവർക്കും നല്ല മാതൃകയും അതുപോലെ അനുകരിക്കാൻ പറ്റിയ നല്ല കാര്യങ്ങളും ഒക്കെയാണ്. നമ്മളിന്ന് യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം തേടാൻ നമ്മളെയും ദൈവം ഭരമേൽപ്പിച്ച എല്ലാ കാര്യങ്ങളും, കുടുംബത്തിലെ കാര്യങ്ങൾ, മറ്റുള്ളവരുള്ള കാര്യങ്ങൾ നീതിയോടെ നിശബ്ദമായി ചെയ്തു തീർക്കാനുള്ള അനുഗ്രഹം തരണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിരുമുമ്പിൽ പൂർണ്ണമായും പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി അവിടുത്തെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകണമെന്ന പ്രാർത്ഥനയോടുകൂടി നമ്മുടെ നിയോഗങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപുരോഹിതനായ ഈശോയെ, ആഗോള സഭയെ തൃക്കൺ പാർക്കണമേ. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ പോൾ ആൻ്റണി മുല്ലശ്ശേരി പിതാവിനെയും ഞങ്ങളുടെ ഇടവ വികാരി മേരി ജോൺ അച്ഛനെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെയും ഏറെ പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങളോടൊപ്പം ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന ജോമോൻ അച്ഛനെയും സെഫറിൻ അച്ഛനെയും നന്മയുടെയും പ്രകാശധാരയാൽ നിറയ്ക്കണമേ. ആത്മീയ ഉണർവിലേക്കും ഹൃദയ സമാധാനത്തിലേക്കും ഇടവ ജനത്തെ നയിക്കാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥം വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനാഥ, വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തിരുനാൾ സഘോഷം കൊണ്ടാടുന്ന ഈ വേളയിൽ ഔസേപ്പ് പിതാവിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. നിശബ്ദമായി തൻ്റെ കർമ്മപദങ്ങൾ നിർവഹിക്കുകയും പരിശുദ്ധ കന്യകയെയും ഉണ്ണീശയെയും വാത്സല്യത്തോടെയും സംരക്ഷിച്ച പാലക, അങ്ങയെ അനുകരിച്ച് ജീവിതത്തിൽ വിശുദ്ധി നേടുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥം വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല നന്മകളുടെയും ദാതാവായ ദൈവമേ,
ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളിലും അങ്ങ് രാജാവായി വാഴണമേ. മാതാപിതാക്കളും മക്കളും തമ്മിൽ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിച്ചുകൊണ്ട് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിളനിലങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങളെ മാറ്റണമേ എന്ന് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ, ആകാശവും ഭൂമിയും കടന്നുപോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നുപോവുകയില്ല എന്ന അങ്ങേ പ്രിയപുത്രൻ്റെ വചനത്തിൽ ആഴപ്പെട്ട് ക്രൈസ്തവ മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മരണത്തെ ജയിച്ച് ഉദ്ധാനം ചെയ്ത ദൈവമേ, ശുദ്ധീകരണ സ്ഥലത്തെ എല്ലാ ആത്മാക്കൾക്കും, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്ത ആത്മാക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ പാപഗണങ്ങളിൽ നിന്നും അവരെ മോചിപ്പിച്ച് നിത്യസൗഭാഗ്യത്തിന് അവരെ അർഹരാക്കണമെന്ന് വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേകമായിട്ടുള്ള നിയോഗങ്ങൾ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. തിരുനാൾ ഏറ്റെടുത്തുകൊണ്ടുന്ന പ്രസിദ്ധി കുടുംബത്തെയും നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെയും നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലെ രോഗാവസ്ഥയിലായിരിക്കുന്നവരെയും പ്രായമായ മാതാപിതാക്കളെയും യുവജനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. സ്നേഹമലരിൻ ത്യാഗമുണർത്തും കാൽവരിയാഗമായി തീർന്നിടും വേളയിൽ ഞാനൊരു കാഴ്ചയായി വന്നേതാ. കാൽവരിയാഗമായി തീർന്നിടും വേളയിൽ ഞാനൊരു കാഴ്ചയായി വന്നേതാ. യാഗപീഠം നിൻ സ്വർഗീയ ഗേഹം ഈ നൽയാഗപീഠം നിൻ സ്വർഗീയ ഗേഹം മുന്തിരി നീരതിൽ ചേരുന്നൽ ഭോജ്യമായി തീർന്നിടും ശാന്തിയിൻ വേദിയാ. മുന്തിരി നീരതിൽ ചേരും ഭോജ്യമായി തീർന്നിടും ശാന്തിയിൻ വേദിയാ. സ്വർഗീയ രൂപം ഞാൻ കാണുന്നു മുന്നിൽ. നിൻ സ്വർഗീയ രൂപം ഞാൻ കാണുന്നു മുന്നിൽ. നിൻ തിരുപൂജയിൽ നിത്യവും ചേർന്നിടാൻ എന്നെ നിൻ കാഴ്ചയായി മാറ്റിടൂ.
എന്നെ നിൻ കാഴ്ചയായി മാറ്റിടൂ. നിൻ സ്നേഹമലരിൻ ത്യാഗമുണർത്തും കാൽവരിയാഗമായി തീർന്നിടും വേളയിൽ ഞാനൊരു കാഴ്ചയായി വന്നിതാ. പരിശുദ്ധ കന്യകാമറിയത്തിൽ പിറന്ന അംഗീകജാതിനെ ഭക്ത്യാദരപൂർവ്വം വിശുദ്ധ യൗസേപ്പ് ശുശ്രൂഷിച്ച പോലെ നിർമ്മല ഹൃദയത്തോടെ അങ്ങയാൾ താരെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ മർദ്ദരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തെ നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവേശ്വര പരിശുദ്ധനായ പിതാവ്, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വിശുദ്ധ യൗസേപ്പിന്റെ മഹോത്സവത്തിൽ അർഹമായ സ്തുതികളാൽ അങ്ങേ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നത് ഉചിതമാണ്. അങ്ങേ ഏകപുത്രനും പരിശുദ്ധാത്മാവിന്റെ പ്രതിബിംബനത്താൽ ചാതനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ പൈതൃക സംരക്ഷണം നൽകാനാണ് കന്യക മാതാവിന്റെ ഭർത്താവ് അങ്ങ് നൽകിയ നീതിമാനായ വിശുദ്ധ യൗസേപ്പ് വിശ്വസ്തനും വിവേകിയുമായ ദാസനും അങ്ങേ കുടുംബത്തിനുമേൽ അവരോധിക്കപ്പെട്ടുവല്ലോ. അവിടുന്ന് വഴി മാലാഖമാർ അങ്ങേ മഹിമ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികമാർ ഭയഭക്തിയോടെ നിലകൊള്ളുന്നു. സ്വർഗവും സ്വർഗീയ ശക്തികന്മാർ ധന്യരായ സരാഫുമാരും ഒരുമിച്ച് ആഹ്ലാദപൂർവം വാഴ്ത്തിപ്പുകഴ്ത്തുന്നു. അവരുടെ സ്വരത്തോട് ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എളിമയോടെ ഏറ്റുപറഞ്ഞു ഞങ്ങളങ്ങേ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ.
മങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഉറ്റിക്കൊടുക്കപ്പെട്ട സന്മനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. മൃത്യുവിനെ ജയിച്ചു ഉത്ഥാനം ചെയ്തു നീ ഞങ്ങൾക്കു ജീവനേ വരണേ വിഭോ മഹിമ പ്രദാതമോടെ. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കേണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ പോൾ ആന്റണി മുല്ലശ്ശേരി മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ എന്തിരവുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടങ്ങിയ സകലരെയും അങ്ങ് ഓർക്കുകയും
അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യവസപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങൾ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായി ദിവ്യോപദേശത്താൽ രൂപവൽക്കൃതം സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ നാഥാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നോ വേണ്ടുന്ന ആഹാരമെന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നെങ്കിൽ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യം നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാട് ശാന്തി നൽകിയിടണമേ. കുഞ്ഞാട് ശാന്തി നൽകിയിടണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
കാരുണ്യത്തിൻ സാഫല്യമായി നിത്യം ഭൂവിൽ ആഹാരമാകുന്നു നീ. ജീവൻ വീരുന്നായി നൽകും ഏകദൈവം നീ. ജീവനിലൊന്നായി ചേരും ആത്മബന്ധം നീ. സ്വന്തമായതെന്തുമങ്ങ് സ്നേഹമോടെ തന്ന ദാനം മുറിവുകളിൽ പകർന്നു സാന്ത്വനം നിൻ ജീവത്തൈലം. നീറാവാനസോടെ മീട്ടും നിത്യജീവനായി ദേഹം ആത്മരക്ഷയ്ക്കായി നൽകും സ്വർഗരാജ്യത്തിൻ്റെ സ്വാദും നാഥ യേശുനാഥ. നീ എൻ ജീവനിൽ അലിഞ്ഞു ചേർന്ന് ജീവൻ വീരുന്നായി നൽകും ഏകദൈവം നീ. ജീവനിലൊന്നായി ചേരും ആത്മബന്ധം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ യോസേപ്പിന്റെ മഹോത്സവത്തിൽ ആനന്ദിക്കുന്ന അങ്ങേ കുടുംബത്തെ താരയിൽ നിന്നുള്ള പൂജിത്ത് അങ്ങ് വരുമ്പോൾ ശപിച്ചവരും നിരന്തര സംരക്ഷണത്താൽ അങ്ങേ കുടുംബത്തെ പരിരക്ഷിക്കുകയും അങ്ങേ ദാനങ്ങൾ കുടുംബത്തിൽ കാരുണ്യപൂർവ്വം കാത്തുപാലിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. പിതാവേ പാലകനേ